എല്ലാവർക്കും നമസ്കാരം. സോ നമ്മളിന്ന് ബാങ്ക് നിഫ്റ്റിയെ പറ്റിയിട്ടാണ്. ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് ഒരുപാട് ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി എല്ലാവർക്കും ഓപ്ഷൻ ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നു. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഒരുപാട് പേര് ഒരുപാടെന്നല്ല 99.99% ആൾക്കാർക്കും ഫെയിലുവർ ആകുന്നു. കാരണം എന്താണ്? കാരണം ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബൈയിങ് മാത്രമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്ന്. നിഫ്റ്റി ആണേലും ബാങ്ക് നിഫ്റ്റി ആണേലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്താണ്? മുകളിലേക്കാണെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങുന്നു, താഴ്പോട്ടേക്കാണെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു, അല്ലേ? സോ ഈ ഒരു വിഷയം അതിൽ നമ്മൾ ചിലപ്പോൾ വിജയിക്കുന്നു, ചിലപ്പോൾ പരാജയപ്പെടുന്നു. ഒന്ന് രണ്ട് വലിയ വിജയങ്ങൾ നമ്മളെ സമ്മാനിക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങളിലൂടെ നമ്മളതെല്ലാം നഷ്ടപ്പെടുന്നു. വീണ്ടും നമ്മൾ അതിലേക്ക് വരുന്നു. ഇതൊരു അഡിക്ഷൻ പോലെ നമ്മളെ വിട്ടുമാറാതെ നമ്മുടെ പിന്നിൽ വിക്രമാദിത്യൻ്റെ വേതാളം പോലെ നമ്മുടെ തോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഡെമോക്ലസ് സ്വാഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നൊരു വാള് പോലെയാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. അത് ശരിക്കും പറഞ്ഞാൽ ആരെയും കുറ്റം പറയാം. ഞാൻ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ 150% നിങ്ങളോടൊപ്പം ഞാനും സഞ്ചരിച്ച ആൾ തന്നെയാണ്. ഒരുപാട് പരാജയങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പരാജയത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ലെസൺ പഠിച്ച വ്യക്തി തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ആ തെറ്റ് ചെയ്യാറില്ല. ഞാൻ ഓപ്ഷൻസ് നേക്കഡായിട്ടുള്ള ബൈയിലേക്ക് ഞാൻ പോകാറേ ഇല്ല. അത് എനിക്ക് നല്ല ഉറച്ച വിശ്വാസത്തോട് ഞാൻ പറയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെളിച്ചത്തിൽ പക്ഷേ എന്നാൽ ഇതിൻ്റെയൊക്കെ വേറൊരു റീസണും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോ ക്യാപിറ്റൽ, നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ ആരുടെ കയ്യിൽ കാശില്ല. ദാറ്റ് ഈസ് എ ഫാക്റ്റ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എത്ര തന്നെ ഇപ്പം വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ഒരുപാട് പേർക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്യുന്നവരുടെ മിനിമം ക്യാപിറ്റൽ മാത്രമേ അവർക്കൊക്കെ അത് ഡിപ്ലോയ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുള്ളൂ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ കൂടുതൽ തുകയൊക്കെ ഷെയർ മാർക്കറ്റിൽ, അതും ഇനീഷ്യൽ സ്റ്റേജിൽ അവർ കൂടുതൽ തുകയ്ക്കൊക്കെ അവർക്ക് ട്രേഡ് ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യം കിട്ടുന്നതൊക്കെ വളരെ റെയറസ്റ്റ് പീപ്പിളാണ്. അതിൽ 90% ആൾക്കാർക്കും ബിഗിനേഴ്സിനാണെങ്കിൽ അതൊക്കെ കാശ് മുഴുവനും പോകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചെറിയ തുകയിൽ എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഒരു ഓപ്ഷൻ ട്രേഡർ ആകാം? മാസം തോറും ഒരു റീസണബിൾ ആയിട്ടുള്ള റവന്യൂ നമുക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മളുടെ പ്രൈം ഫോക്കസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ ആ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾ ഒത്തിരി പേര് കാണൂ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാൻ ഈ പറയുന്ന മാതൃകയിൽ, അതായത് ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് മറ്റ് കമ്പാരിറ്റീവ്ലി അതർ ഇൻസ്ട്രുമെൻസിനെ അപേക്ഷിച്ച് നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് കൂടുതൽ റവന്യൂ ലഭിക്കാം. പക്ഷേ ഈ വാഹനം ഓടിക്കുന്നത് പോലെയാണ്. നമ്മൾ ഈ വാഹനം നമുക്ക് 100 കിലോമീറ്റർ സ്പീഡിലും ഓടിക്കാം. ഒരു 2 വീലർ ആണെങ്കിൽ നമുക്ക് എക്കണോമിക്കായിട്ടുള്ള 60 കിലോമീറ്ററിലോ 40-നും 60-നും ഇടയ്ക്കാണെങ്കിൽ അത് എക്കണോമിക്കലായിട്ട് ഓടിക്കാൻ സാധിക്കും. അതുവേ നമുക്ക് 100 കിലോമീറ്ററോ 120 കിലോമീറ്ററിലോ സ്പീഡിലും വേഗതയിലും നമുക്ക് ഓടിക്കാൻ സാധിക്കും. പക്ഷെ ഓടിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അത് ഓടിക്കുന്നത് പ്രാക്ടിക്കലാണോ? പ്രാക്ടിക്കലല്ല. വാഹനമെന്ന് ഉള്ളത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പാരിറ്റീവ്ലി നടന്നു പോകുന്നതിന് പകരം കുറച്ചും കൂടി വേഗതയിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ള, ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്നുള്ളത് പർപ്പസാണ്. അപ്പോൾ അതേമാതിരി ഓപ്ഷൻസിലും അത്തരം വകുപ്പുകളുണ്ട്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മന്ത്ലി എൻ്റെ കയ്യിൽ 50,000 ഉണ്ട്, എനിക്ക് ഇനിയൊരു 50,000 നേടണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുത്. ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് ആദ്യം നിശ്ചയിക്കുക. അത്തരക്കാരുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക. ഫസ്റ്റ് വൺ. അടുത്തത് ഡിപ്ലോയ് ചെയ്ത് ഒരു ട്രേഡ് നമ്മൾ നമ്മൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജി നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിമിഷവും എടുത്തു വെച്ച് നോക്കിയിട്ട് എനിക്ക് എന്ത് സംഭവിക്കും, ഏത് സംഭവിക്കും, ഇപ്പം ഞാൻ വീഴുമോ, ഇപ്പം എനിക്ക് ലാഭം കിട്ടുമോ, ഇപ്പം നഷ്ടത്തിൽ പോകുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബിഹേവിയർ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ ഫോളോ ചെയ്യരുത്. നിങ്ങൾക്കും പറ്റിയതല്ല ഈ പണി. ഇതാർക്ക് പറ്റിയതാണെന്ന് വെച്ചാൽ, ആദ്യം ഈ പറഞ്ഞു തരുന്ന ആളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി,
ഒരു മെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്ന വ്യക്തി. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ്, ഇതിനകത്ത് പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വ്യക്തി. മൂന്നാമത്, ഈ വീഡിയോ റിപ്പീറ്റഡായിട്ട് കണ്ട് ഇതിൽ പറയുന്ന പോയിൻറ്റ്സ്, ബിക്കോസ് ഞാനൊരു വക്താവായിട്ട് നിന്ന് പറയുകയാണ്. ആരുടെ വക്താവായിട്ട്? മാർക്കറ്റിൽ ഇങ്ങനൊരു സ്ട്രാറ്റജി, ആ ഒരു സ്ട്രാറ്റജി കുറച്ച് പേർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സ്ട്രാറ്റജിയുടെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ബെനിഫിറ്റഡ് ആയിട്ട് തന്നെ മാറാൻ സാധ്യത കൂടുതൽ എന്നാണ് ആ ഒരു സ്ട്രാറ്റജിയുടെ വക്താവാണ്. അല്ലാതെ വേറെ ഒരു ഈവൻ ധന്നാണ് നമ്മൾക്ക് ഇത് ചെയ്തു തരുന്നത്, ധന്നിലൂടെയാണ് നമ്മളിത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു മെൻറ്റർ എന്നുള്ള ആംഗിളിൽ നിങ്ങൾക്ക് നല്ലത് വരണം എന്നുള്ള 100% ഫ്രം മൈ ഹാർട്ട് ഐ എം സെയിങ്, നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനിത് പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ മന്ത്ലി സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആ ഒരു മന്ത്ലി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളിത് ഉപയോഗിക്കേണ്ടുന്ന സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളിത് ഉപയോഗിക്കുക, ഡിപ്ലോയ് ചെയ്യുക, എന്നിട്ട് മന്ത് എൻഡ് വരെ കാത്തിരിക്കാനുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. തയ്യാറാണെങ്കിലുള്ളവർ മാത്രം ഈ വീഡിയോ മുന്നോട്ട് പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സിമ്പിളാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു ക്ലാസ്സിൽ ഞാൻ ആർബിട്രാജിനെ പറ്റിയൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. ആർബിട്രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ വിലയ്ക്കുള്ള നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ സെല്ല് ചെയ്യുന്നു, കുറഞ്ഞ വിലയ്ക്ക് നമ്മളത് നമ്മൾ ഇനിയൊന്ന് കുറഞ്ഞ വിലയ്ക്കുള്ള അതേ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വേറൊരു കോൺട്രാക്റ്റിനെ നമ്മൾ സെല്ല് ചെയ്താൽ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് കുറഞ്ഞ് വരുന്ന സാഹചര്യം ഉണ്ടാവും മന്ത് എൻഡിൽ. ആ മന്ത് എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറൻസ്, ആദ്യം നമ്മൾ വലിയ വിലയ്ക്ക് നമ്മൾ അതിനെ സെല്ല് ചെയ്തു, അത് കുറഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾക്ക് പോയിൻറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ അത് ഇൻറ്റു അത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലോട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയോ മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് ക്വാണ്ടിറ്റി നമുക്ക് എത്ര ലാഭം കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും ഇത് 99% വിന്നിങ് സ്ട്രാറ്റജിയും കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കേൾക്കാൻ അത്ര രസമുള്ള പോയിൻ്റ് ആവില്ല. കാരണം പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കുറവായിരിക്കും കമ്പയറിങ് ടു ഓപ്ഷൻ ഡയറക്റ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രോഫിറ്റ്സ് ഒക്കെ ലഭിക്കാം. പക്ഷേ ഇത് അങ്ങനെയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷെ കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഈ പറയുന്ന ഡിഫറൻസസ് ഓഫ് പ്രൈസിങ് ബാങ്ക് നിഫ്റ്റിയെ തന്നെ എടുക്കാം. നമുക്ക് ഉദാഹരണത്തിലൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് 3 ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അറിയാലോ, കറണ്ട് മന്ത് ഫ്യൂച്ചർ ഉണ്ട്, നെക്സ്റ്റ് മന്ത് ഉണ്ട്, ഫാർ മന്ത് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. അതിൽ കറണ്ട് മന്ത് വിട്ടേക്കുക. പക്ഷേ നമ്മൾ വിടണ്ട. ഞാനൊരു എക്സാമ്പിൾ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം, എങ്ങനെയാണ് ഇത് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളിവിടെ ഇപ്പോൾ ചാർട്ടിൽ നോക്കൂ, ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ ഇതിപ്പോൾ നിഫ്റ്റി എടുത്തേക്കാണ്. ബാങ്ക് നിഫ്റ്റി മാറ്റാം. ബാങ്ക് നിഫ്റ്റിയുടെ മെയ് ഫ്യൂച്ചേഴ്സ് എടുത്തു ഞാനിവിടെ. ഓക്കെ, അതേമാതിരി ബാങ്ക് നിഫ്റ്റിയുടെ ജൂൺ ഫ്യൂച്ചേഴ്സ് എടുക്കാം നമുക്ക്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും പ്രൈസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്ര, ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്ര, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ നോക്കൂ, മെയ് മന്തിൻ്റെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? കറണ്ട് മന്ത് പ്രൈസ് 55,299 ആണ് അല്ലേ, കറണ്ട് റണ്ണിങ് പ്രൈസ്. എന്നാൽ ജൂൺ മന്ത് ആണെങ്കിൽ നോക്കൂ 55,450 ആണ് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 55,450 നമുക്ക് ആ 450 മാത്രം എടുത്താൽ മതിയല്ലോ. 450 മൈനസ് 299 എത്രയാ? 151 റുപ്പീസ്. എത്രയാ? 151 രൂപയുടെ ഡിഫറൻസ് നമുക്ക് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും അല്ലേ. രണ്ടും ഒരേ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്.
ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ്. പക്ഷേ രണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെയും പ്രൈസ് ഇന്നത്തെ നിലവിലുള്ള പ്രൈസിൻ്റെ വേരിയേഷൻ എത്രയാണ്? 150 രൂപയാണ് അല്ലേ? ഈ 150 രൂപ എന്ന് പറയുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. മന്ത് സ്റ്റാർട്ടിങ് ഏത് മാസം? മെയ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നിൽക്കുകയാണ്. മെയ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ജൂൺ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സും മെയ് മന്തിൻ്റെ ഫ്യൂച്ചറും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 150 രൂപയാണ്, അല്ലെങ്കിൽ 150 പോയിൻ്റാണ് അല്ലേ? 150 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക, ഇതൊരു കൺസിഡറേഷനിൽ വയ്ക്കുക. ഓൾമോസ്റ്റ് എല്ലാ മാസവും ഈ പറയുന്ന ഒരു ഗ്യാപ്പിലായിരിക്കാം. ഇപ്പോൾ മെയ് മന്ത് അവസാനിക്കുമ്പോൾ അടുത്ത കറണ്ട് മന്ത് ഏതായിട്ട് മാറും? ജൂൺ മന്ത് അല്ലേ കറണ്ട് മന്തായിട്ട് മാറുക അല്ലേ? ജൂൺ മന്ത് കറണ്ട് മന്തായിട്ട് മാറുകയും ജൂൺ കഴിഞ്ഞടുത്ത ഏതാ? ജൂലൈ മന്ത് അല്ലേ? മെയ്, ജൂൺ, ജൂലൈ മന്ത് എന്ത് ഫ്യൂച്ചറായിട്ട് മാറും? നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറായിട്ട് മാറും. ഓക്കെ, പോയിൻറ്റ്സ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കറണ്ട് മന്ത് ഇപ്പം മെയ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ, മെയ്യും ജൂണും തമ്മിലുള്ള ഡിഫറൻസ്, കോൺട്രാക്റ്റിൻ്റെ ഡിഫറൻസ് 150 റുപ്പീസാണ്. ഈ ഒരു ബാലൻസ് എപ്പോഴും നിലനിൽക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ചില വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം, പ്ലസ് ഓർ മൈനസ് ഒരു 50 പോയിൻറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരാം. നൺ ഓഫ് അവർ ബിസിനസ് ഹിയർ. പക്ഷേ ഒരു ഓൺ ആൻ ആവറേജ് റേഞ്ചിൽ ഈ ഒരു വേരിയേഷനാണ് നമ്മൾ കാണുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ വേരിയേഷൻ തന്നെയാണല്ലോ മെയ് മന്ത് അവസാനിക്കുമ്പോൾ ജൂണും ജൂലൈയും തമ്മിൽ വരേണ്ടുന്ന ഡിഫറൻസ് അറൗണ്ട് ഒരു 150 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 200 പോയിൻറ്റ്സിനുള്ളിൽ. ചിലപ്പോൾ അത് 100 പോയിൻറ്റ്സും ആയെന്ന് വരാം, ചിലപ്പോൾ കുറച്ച് കൂടിയെന്നും വരാം, ഒന്നും വിഷയമല്ല. പക്ഷേ ഓൺ ആൻ ആവറേജ് ഒരു 150 to 200 റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കണം അല്ലേ? അപ്പോൾ അത് തന്നെയായിരിക്കും അടുത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് മെയ് മന്ത് ജൂൺ മന്തും തമ്മിലുള്ള ഡിഫറൻസ് 151 പോയിൻറ്റ്സ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ജൂണിനെ നിലനിർത്തിയിട്ട് നമുക്ക് ജൂലൈ മന്ത് എടുത്ത് നോക്കാം. ബാങ്ക് നിഫ്റ്റി ജൂലൈ ഫ്യൂച്ചേഴ്സ് നോക്കാം. ജൂലൈ ഫ്യൂച്ചേഴ്സ് ഇവിടെ കിടക്കുന്നു. ജൂലൈ ഫ്യൂച്ചറിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ജൂലൈ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് 55,800 ആണ്. 55,800 പ്രൈസ് അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ജൂലൈയും ജൂണും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 450 മൈനസ് 800, ഏതാണ്ട് 350 റുപ്പീസിൻ്റെ ഡിഫറൻസ്. നമ്മൾ മെയ്യും ജൂണും തമ്മിലുള്ള ഡിഫറൻസ് 150 റുപ്പീസിൻ്റെ ഡിഫറൻസ്. പക്ഷേ ജൂണും ജൂലൈയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ, അറൗണ്ട് ഇത് 151 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാണ്? ഇത് നമ്മുടെ ജൂണും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? ഇനി അടുത്തത് 350 റുപ്പീസിൻ്റെ ഡിഫറൻസ് ആണ് ആര് തമ്മിലുള്ളത്? ജൂണും ജൂലൈയും തമ്മിലുള്ള ഡിഫറൻസ് 350 റുപ്പീസ്. അപ്പോൾ 350 റുപ്പീസ് മീൻസ് 350 റുപ്പീസ് എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് എൻ്റെ പോയിൻറ്റ്സ്. 1 പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1 റുപ്പി. ദാറ്റ്സ് ഇറ്റ്. മൾട്ടിപ്ലൈഡ് ബൈ ലോട്ട്, അത്രേ വരുള്ളൂ. അപ്പോൾ ഈ 350 നിൽക്കുന്നത് ഇപ്പോൾ മെയ് ഫസ്റ്റിലാണെന്ന് നിങ്ങൾ ഓർക്കണം. മെയ് ഫസ്റ്റിൽ നമ്മൾ നിൽക്കുകയാണ്. മെയ് എൻഡിലേക്ക് വന്ന് ജൂണിലേക്ക് കടക്കുമ്പോൾ ഈ 350 എന്നുള്ളത് ഇപ്പോഴത്തെ കറണ്ട് മന്തും നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് ഏതാണ്? മെയ്യും ജൂണുമാണ്. അപ്പോൾ മെയ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ച് കഴിയുമ്പോൾ മെയ് ഇല്ല. പിന്നെ ഉള്ളത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അല്ലേ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റാണ്. അപ്പോൾ അതിൽ ജൂൺ കറണ്ട് മന്തായിട്ട് മാറും, ജൂലൈ എന്തായിട്ട് മാറും? നെക്സ്റ്റ് മന്തായിട്ട് മാറും. ഇപ്പോൾ ഫാർ മന്തിൽ നിൽക്കുന്നതാണ് ജൂലൈ, അത് എന്തായിട്ട് മാറും? നെക്സ്റ്റ് മന്തായിട്ട് മാറും, മിഡിലിൽ നിൽക്കുന്നതായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ മെയ്യും ജൂണും തമ്മിലുള്ള 150 ഡിഫറൻസ് അതേ ഡിഫറൻസ് ആയിട്ട് ഈ 350ൻ്റെ സ്ഥാനത്ത് ദാറ്റ് വിൽ ഗോ ടു എത്രയായിട്ട് മാറേണ്ടതാണ്? 350 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറണം? വീണ്ടും അത് അപ്രോക്സിമേറ്റ്ലി ഒരു 150 മുതൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 200-നുള്ളിൽ വരണമെന്ന് വെച്ചോളൂ. ഇത് ഈ പറയുന്ന റേഞ്ചിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യത 99% ചുരുങ്ങാനുള്ള സാധ്യത കാണിക്കുന്നു എന്നർത്ഥം. അതായത് 350-ൽ നിന്നും ഇപ്പോൾ 200-ലേക്ക് ചുരുങ്ങിയാൽ
നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 350 മൈനസ് 200, 150 പോയിൻറ്റ്. 150 ആണെങ്കിൽ 150 എന്ന് പറയുമ്പോൾ ഒരു ലോട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എത്രയാണ്? 35 ക്വാണ്ടിറ്റിയാണ് അല്ലേ? അപ്പം 150 ഇൻറ്റു 35 എത്രയായി? 5250 രൂപ. എറൗണ്ട് ഒരു 5000 റുപ്പീസ് നമുക്ക് ഈ ഡിഫറൻസസ് തമ്മിൽ ഇത് കൂടിയതിൽ നിന്നും കുറഞ്ഞത് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? ഏതാണ്ട് 5000 രൂപ. നമുക്ക് 5000 രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് റിക്വയർമെൻറ്റ് എത്രയാണ്? റിക്വയർമെൻറ്റ് നോക്കാൻ ഇനി അപ്പോൾ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? ഇവിടെ എന്ത് ചെയ്യണം? നമ്മളപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് മാസത്തിലാണോ തുടക്കത്തിൽ നിൽക്കുന്നത് ആ മാസത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് മന്തും ഫാർ മന്തും എന്നുള്ള കൺസെപ്റ്റിലേക്ക് വേണം നമ്മൾ ചിന്തിക്കാൻ. കറണ്ട് മന്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ ഒഴിവാക്കുന്നു. പകരം നെക്സ്റ്റ് മന്ത് ഫാർ മന്ത്, അത് ബാങ്ക് നിഫ്റ്റിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്താലും ഏതാണ്ട് ഇതേ റേഞ്ചിൽ നമുക്ക് ലഭിക്കും. പക്ഷേ നിഫ്റ്റിയിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ ഡിഫറൻസസിൻ്റെ അളവ് കുറയും, പക്ഷേ ലോട്ട് സൈസ് കൂടുതലായതുകൊണ്ട് പ്രോഫിറ്റ് ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ടാവും. കൂടുതൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. 1 പോയിന്റ്. അടുത്തത് ഇപ്പോൾ ഈ 150. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ട്രാറ്റജി ബിൽഡിംഗ് അപ്പോൾ എന്തായിരിക്കണം? നമ്മൾ ഇതിലിപ്പോൾ ഏറ്റവും ഹയ്യസ്റ്റ് പ്രീമിയം ഉള്ള ഏത് മന്താണ്? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ ഫാർ മന്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫാർ മന്തിൽ നിൽക്കുന്ന ജൂലൈ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിനെ നമ്മൾ ഒരു ലോട്ട് ഫ്യൂച്ചറിനെ നമ്മൾ സെല്ല് ചെയ്യുന്നു. 55,800 നിൽക്കുന്ന ജൂലൈ മന്ത് ഫ്യൂച്ചറിനെ സെല്ല് ചെയ്തിട്ട് മെയ് മന്ത് തുടരുത്. ജൂൺ മന്ത് ഇപ്പോഴത്തെ എത്രയാണ് റേറ്റ്? 55,450. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ചെയ്യുന്നു. ഒരു ലോട്ട് ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു. കാലണ്ടർ സ്പ്രെഡ് അല്ലെങ്കിൽ ഇതിനെയാണ് ആർബിട്രാജ് ട്രേഡ് എന്ന് പറയുക. ഓക്കെ, ആർബിട്രാജ് ട്രേഡിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ ആർബിട്രാജ് ട്രേഡിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഓൾറെഡി റിലീസ്ഡ് ആയിരിക്കാം. എനിവേ നിങ്ങളത് റെഫർ ചെയ്യുക ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സോ ഇപ്പോൾ ആർബിട്രാജ് എന്ന് പറയുന്നത് ഡിഫറൻസസ് ഇൻ പ്രൈസിൽ നിന്നും നമ്മൾ ഹയ്യസ്റ്റ് പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു, ലോവസ്റ്റ് പ്രൈസിന് ബൈ ചെയ്യുന്നു. രണ്ടിൻ്റെയും ഡിഫറൻസ് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് റേഞ്ചിൽ ടൈം ചെല്ലും തോറും അതിൻ്റെ പ്രൈസ് കുറഞ്ഞ് വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഡിഫറൻസ് ഓഫ് പ്രീമിയം എത്രയാണോ മൾട്ടിപ്ലൈഡ് ബൈ ലോട്ട്സ് എത്ര നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഇതേ നമുക്ക് ട്രേഡ് ഡിപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു സിനാരിയോ നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് നമുക്ക് എത്ര വരെ സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. നോക്കൂ സ്ട്രാറ്റജിയിലേക്ക് പോയിട്ട് ഞാനിവിടെ നോക്കൂ ജൂലൈയും ജൂണും, കാരണം മെയ് മന്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ മെയ് മന്ത് തുടക്കത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഏത് മന്ത്? കറണ്ട് മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അടുത്ത 2 മാസത്തേക്കുള്ള സ്ട്രാറ്റജി എടുത്തിടുക. ദാറ്റ് മീൻസ് നമ്മുടെ പ്രോഫിറ്റ് നമ്മൾക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിൽ നമുക്ക് മെയ് ക്ലോസ് ചെയ്തിട്ട് ഈ രണ്ടും ക്ലോസ് ചെയ്ത് പുതിയൊരു ഇതിലേക്ക് കടക്കാൻ പറ്റും. ഓരോ മാസവും നമുക്ക് ഈ മാസം അവസാനം തന്നെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കയ്യിൽ കിട്ടും. എന്നിട്ട് നമ്മൾ അടുത്ത മാസം പുതിയൊരു ഇതേ ഇതിൽ തന്നെ അടുത്ത നെക്സ്റ്റ് മന്തും ഫാർ മന്തിൻ്റെയും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇതേ സാധനം തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമ്മൾ എടുക്കുന്ന ലെഗ്സ് നെക്സ്റ്റ് മന്ത് ഫാർ മന്തും ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ കറണ്ട് മന്ത് എൻഡ് കഴിഞ്ഞതിന് ശേഷം. അതുവരെ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? നമ്മൾ ഈ കറണ്ട് മന്ത് ഫ്യൂച്ചറിലല്ല എടുക്കുന്നത്, നമ്മൾ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറാണ് എടുക്കുന്നത്. അതും നെക്സ്റ്റ് മന്തും ഫാർ മന്ത് ഫ്യൂച്ചറുമാണ് നമ്മൾ ട്രേഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ മന്തിൻ്റെ അവസാനം കഴിഞ്ഞാലും പിന്നെയും ഒരു ദിവസമോ ആ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക റീസണബിളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഉടനെ തന്നെ നമുക്ക് ആ പ്രോഫിറ്റും എടുത്തിട്ട് അടുത്ത സ്ട്രാറ്റജിയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് കൂടെ നിങ്ങൾ നോക്കൂ. ഞാനിവിടെ ജൂലൈ മന്ത്, നിങ്ങളിവിടെ നോക്കൂ, ജൂലൈ മന്തിൻ്റെ കോസ്റ്റ് എത്രയാണ്?
55,800. രണ്ട് പിന്നെ ജൂൺ മന്തിൻ്റെ പ്രീമിയം പ്രോഫിറ്റില്ല, പ്രീമിയം പ്രൈസ് എത്രയാണ്? 450 റുപ്പീസ്, ഇത് 800. രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 350 റുപ്പീസ്. അപ്പോൾ 350ൽ നിന്നും അടുത്ത ഇതിപ്പം മെയ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നു, അത് ജൂൺ സ്റ്റാർട്ട് ആകുമ്പോഴേക്കും ഈ 350 എന്ന് പറയുന്നത് കുറഞ്ഞ് ഏതാണ്ട് ഒരു 150-നോ 200-നോ റേഞ്ചിനുള്ളിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇത് കാലാകാലങ്ങളിൽ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ലീസ്റ്റായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് 150 തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് 150 × 35 ഇട്ടാൽ നോക്കിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 5,000+ നമുക്ക് പ്രോഫിറ്റിലേക്ക് സാധ്യതയുണ്ട് ഒരൊറ്റ ട്രേഡ് ഒരു മാസം. ഇനി ഇതിൻ്റെ റിക്വയർഡ് ക്യാപിറ്റലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. റിക്വയർഡ് ക്യാപിറ്റൽ നോക്കൂ, ഇത് ഓവറോൾ മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് റിക്വയർമെൻറ്റ് എത്ര? 3,77,000 രൂപ വേണ്ടുന്നിടത്ത് നമുക്ക് ഈ ഒരു ഒരു ഫ്യൂച്ചറിനെ ബൈയും ചെയ്തു, ഇനിയൊരു മന്ത് ഫ്യൂച്ചറിനെ സെല്ലും ചെയ്തതിനാൽ ഉള്ള ഹെഡ്ജ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ആക്ച്വൽ റിക്വയർമെൻറ്റ് എത്രയാണെന്നറിയോ? വെറും 40,000 രൂപ, 40,700 രൂപ. അതായത് 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സ് പ്രോഫിറ്റ്, ഇത് കാണിക്കുന്ന മാക്സ് പ്രോഫിറ്റ് എത്രയാണ്? മാക്സിമം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് 10,000 രൂപയാണ്. നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്രയാണ്? മിനിമം പ്രോഫിറ്റാണ്. മിനിമം എത്രയാണ്? 5,000 രൂപയെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. 50,000 രൂപ നമ്മളുടെ ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റിലൂടെ നമ്മൾക്ക് നമ്മൾ ഏറ്റവും മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 5,000 രൂപ. പക്ഷെ മാക്സിമം സാധ്യതയുള്ളത് എത്രയാണ്? 10,000-ൽ പുറത്ത് നമുക്ക് സാധ്യത കാണിക്കുന്നു. അതിനർത്ഥം എന്താണ്? 5,000-ന് മുകളിൽ 10,000 റേഞ്ചിൽ വരെ നമുക്ക് പ്രോഫിറ്റിന് സാധ്യതയുണ്ട്. നമുക്ക് ആ പ്രോഫിറ്റ് വേണ്ട, 5,000 കിട്ടിയാൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇത്രയും മാക്സ് പ്രോഫിറ്റിൻ്റെ 50% നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ആ 50% പോലും നമ്മുടെ ക്യാപിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് എത്രയായി? അത് 10% അല്ലേ? 50,000 രൂപ നമ്മുടെ റിക്വയർഡ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് 5,000 രൂപ നമുക്ക് ലാഭം നേടിയാൽ നമുക്ക് എത്ര രൂപയായി? 10% ഒരു മാസം. ബാങ്ക് തരുമോ 10%? നിങ്ങൾക്ക് ഇതേ 50,000 രൂപയ്ക്ക് 5,000 രൂപ പലിശയായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം പോരാ, കുറഞ്ഞത് 2 വർഷം എടുക്കും. 10% പോട്ടെ, 1.25 വർഷമെങ്കിലും. ഇപ്പോൾ 1.25 വർഷം, അറൗണ്ട് 18 മാസം കൊണ്ട് നിങ്ങൾ ബാങ്കിലിട്ട് സമ്പാദിക്കും. നിങ്ങളിനി എന്ത് ഡെപ്പോസിറ്റോ ഇട്ടോട്ടെ, എന്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, ഏത് കുന്തം ആയിക്കോട്ടെ, ഐ എം സെയിങ്, ഇത്രയും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്. ഇതിനെയാണ് ഒരു കൺസിസ്റ്റൻറ്റ് ട്രേഡിങ് അല്ലെങ്കിൽ പെർഫെക്ഷൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇതും പ്രോബബിലിറ്റി തന്നെയാണ്. ലോസ് വരികയാണെങ്കിലോ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വളരെ ലെസ്സർ ലോസ് ആയിരിക്കും. അതും വളരെ എക്സ്ട്രീം കേസസിൽ മാത്രമേ ലോസസിനേക്കുള്ള സാധ്യത ഇതിൽ കൂടുതലുള്ളൂ. ഇതിൽ മാക്സിമം നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ക്യാപിറ്റൽ കുറവ്. ഇനി എല്ലാ ദിവസവും എടുത്തു വെച്ച് ഇങ്ങനെ, അതും നമ്മൾ ഓപ്ഷനാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി വേറൊരു അഡ്വാൻറ്റേജ് നോക്കൂ. ഇതേ 50,000-ന് പകരം ഒരാളുടെ കയ്യിൽ 5 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്. 5 ലക്ഷവും കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യേണ്ട, പകരം നിങ്ങളൊരു 3 ലക്ഷം രൂപ എടുത്തിടൂ. 3 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ട് സൈസ് മാത്രം ഇൻക്രീസ് ചെയ്താൽ പോരെ. നോക്കൂ, അപ്രോക്സിമേറ്റ്ലി 3 ലക്ഷം രൂപ ക്യാപിറ്റലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അയാൾക്ക് 7 ലോട്ട് ഡിപ്ലോയ് ചെയ്യാം. എത്ര ക്യാപിറ്റൽ? 2,85,000, ഏതാണ്ട് 3 ലക്ഷം രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റും നടത്താം. പകരം 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സെക്യൂറായിട്ട് ഇതിൻ്റെ ഈ ഒരു അക്കൗണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ, കാരണം ഫ്യൂച്ചേഴ്സാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും നെക്ക് ടു നെക്ക് നമ്മൾ എത്ര രൂപ ക്യാപിറ്റൽ കയ്യിലുണ്ടോ അത്രയ്ക്കും തന്നെ നമ്മളിത് എടുത്ത് വയ്ക്കാൻ പാടില്ല. ചെറിയ ഡിഫറൻസസ് വരുമ്പോൾ മാർജിൻ ഷോർട്ട് ഫോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെപ്പോഴും ഒരു 5 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങളൊരു 3 ലക്ഷം രൂപ ഡിപ്ലോയ് ചെയ്താൽ 5 ലക്ഷത്തിന് മാസം 25,000 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാൽ തന്നെ
എത്രയോ പേര് വർക്ക് ചെയ്യുന്നു. മാസം 25,000 രൂപ ശമ്പളം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ 25,000 രൂപ ശമ്പളം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് ഇച്ചിരി അലഞ്ഞാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേറെ യാതൊരു പണിയും ചെയ്യാതെ നിങ്ങളതിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഈ കണ്ട വീഡിയോസിന് നല്ല രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾ കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്ത് മാക്സിമൈസ് ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ ഇതിനെ ഫോളോ ചെയ്യാനൊക്കെ ശ്രമിച്ച് ആദ്യത്തെ 1-2 മാസങ്ങൾ വെറും ഒരു ട്രേഡ് വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് ഫോളോ ചെയ്ത് ശ്രമിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കിതൊരു കൺസിസ്റ്റൻസി ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരിക്കലും അത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, ക്രൂഡ് ഓയിലിൽ ചെയ്യാം, നിഫ്റ്റിയിൽ ചെയ്യാം, ഫിൻ നിഫ്റ്റിയിൽ ചെയ്യാം, സെൻസെക്സിൽ ചെയ്യാൻ കഴിയുന്നത്ര ലിക്വിഡിറ്റിയുള്ള ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഡിഫറൻസസ് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേമാതിരി തന്നെ അത് മാറാനും സാധ്യതയുണ്ടാകും. പക്ഷേ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ലിക്വിഡിറ്റി ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ചൂസ് ചെയ്യാം. സ്റ്റോക്സിലാണെങ്കിൽ വളരെ ഇപ്പോൾ റിലയൻസ്, HDFC, ICICI ബാങ്ക്, പിന്നെ TCS, ഇൻഫോസിസ് ഇതുപോലുള്ള ഹൈലി എല്ലാ ദിവസവും ഒരുപാട് കൂടുതൽ ട്രേഡ്സ് നടക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്യൂച്ചേഴ്സിനെ അതിൻ്റെ കറണ്ട് മന്ത് ഫ്യൂച്ചർ വിട്ടിട്ട് നെക്സ്റ്റ് മന്തും 4 മന്ത് ഫ്യൂച്ചേഴ്സിനെയും വച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നോക്കൂ. കുറഞ്ഞ കാശ് മതിയാകും, പക്ഷേ റീസണബിൾ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട. ഇതിനകത്തുള്ള കാശ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ മാസം നിങ്ങൾ ഫസ്റ്റ് മന്ത് തുടക്കത്തിൽ ഒന്നും ഡിഫറൻസും അറിയാൻ പറ്റില്ല. മെല്ലെ മുന്നോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റത്തുള്ളൂ. മന്ത് എൻഡോടുകൂടി മാത്രമേ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തത്തുള്ളൂ. അതിന് മുന്നോടിയായിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓരോ നിമിഷവും എടുത്തു വെച്ച് നോക്കിയിട്ട് എന്തായി ഇപ്പോൾ പോവോ, ഇപ്പോൾ വീഴുവോ, ഇപ്പോൾ കയറുമോ, ഈ ഒരു രീതിയിൽ മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. അതൊക്കെ നിങ്ങളൊന്നും കൂടി മനഃപ്പാഠമാക്കുക, എഴുതി വെക്കുക, പരീക്ഷിച്ച് നോക്കുക. ചെറിയ ക്യാപിറ്റൽ നമുക്ക് റിക്വയർമെൻറ്റേ ആവശ്യമുള്ളൂ. നമുക്ക് റീസണബിൾ പ്രോഫിറ്റിലേക്ക് വരാൻ സാധിക്കും. സമാധാനത്തോടു കൂടി ട്രേഡ് ചെയ്യാം. നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളില്ലാതെ നല്ല സമാധാനത്തിൽ നമുക്ക് ട്രേഡ് ചെയ്ത് എല്ലാവരോടും അന്തസ്സായിട്ട് നമുക്ക് തല ഉയർത്തി നിന്ന് സംസാരിക്കാം, ഞാനൊരു നല്ല ട്രേഡറാണ് എന്നുള്ളത്. എത്ര സമ്പാദിച്ചു, നിൻ്റെ പോർട്ട്ഫോളിയോ കാണിച്ചതാ, നിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ നീ എത്ര കോടികൾ സമ്പാദിക്കുന്നവനല്ല നല്ല ട്രേഡർ. ഓരോ ട്രേഡും കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റിലേക്ക് വരുന്നവനാണ് നല്ല ട്രേഡർ. പരാജയങ്ങളിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പരാജയങ്ങൾ അതും ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 1 വർഷം കൊണ്ട് പോലും ഒരാൾക്ക് പരാജയത്തിൽ നിന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ ഒരുപാട് ലോസ് കണ്ടവരായിരിക്കാം, ലക്ഷങ്ങൾ ലോസിൽ പോയവരായിരിക്കാം, ഓക്കെ, ഇൻക്ലൂഡിങ് മൈസെൽഫ്. പക്ഷേ കരകയറാനും ഇത് നമ്മുടെ മാർക്കറ്റ് തന്നെ നമുക്ക് പല മാർഗങ്ങളും കാണിച്ചു തരും. പക്ഷേ ആ മാർഗങ്ങളൊക്കെ എന്താ പറയുക, ഒരിക്കലും ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് പണക്കാരനാകാനുള്ള മാർഗങ്ങളല്ല. പക്ഷേ സ്റ്റഡി ആയിട്ട് നമുക്ക് വലിയ പണക്കാരനായിട്ട് മാറാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല ഒരു മണി ട്രീ വേറെ ഇല്ല. അതും ലീഗലായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മാർഗം വേറെ ഇല്ല. വേറെ പല മാർഗങ്ങളും ഉണ്ട്, അത് വേറെ സൈഡ്. പക്ഷെ അതൊക്കെ ഇല്ലീഗൽ മാർഗങ്ങളാണ്. ലീഗലി നിങ്ങൾക്ക് നല്ല രീതിയിൽ, പക്ഷേ ഇതിനകത്തും ഇനി കയറിയിട്ട് വലിയ രീതിയിലുള്ള സ്പെക്കുലേഷനിലേക്കൊക്കെ പോകുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. ഉത്തരം ഞാൻ അവരോടായിട്ട് എനിക്കൊരു അഡ്വൈസും തരാനില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.